മയൂഖത്തിലൂടെ സിനിമയിലെത്തിയ മലയാളത്തിന്റെ പ്രിയ നടനാണ് സൈജു കുറുപ്പ്. അറക്കൽ അബുവും നവാസും പാപ്പച്ചനും ജോണി പെരിങ്ങോടനും അജയനും അങ്ങനെ എത്രയെത്ര കഥാപാത്രങ്ങളാണ് മലയാളി മനസ്സിൽ ഇന്നും നിൽക്കുന്നത്. ഹരിഹരന്റെ മയൂഖത്തിലൂടെ സിനിമയിലെത്തി പിന്നീട് 150-ലധികം സിനിമകളിൽ നിറസാന്നിധ്യമാണ് സൈജു. സിനിമാ വിശേഷങ്ങളുമായി മൈൽ സ്റ്റോൺ മേക്കേഴ്സിലൂടെ സൈജു കുറുപ്പ് സംസാരിക്കുന്നു. അച്ഛൻ ഒരു ഗവൺമെന്റ് ജോലിക്കാരനാണ്. അതിനാൽ മക്കൾക്കും ഗവൺമെന്റ് ജോലി ഉണ്ടായിരിക്കണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചിരുന്നു. സെയിൽസിൽ ഉള്ളപ്പോൾ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട് വീട്ടുകാർക്കറിയാം. മയൂഖം സിനിമ ചെയ്തതിനു ശേഷം മുന്നോട്ട് എന്ത് എന്ന ചോദ്യചിഹ്നമുണ്ടായിരുന്നു. ഒരു 6 മാസം സിനിമയിൽ അവസരത്തിന് വേണ്ടി ശ്രമിക്കാൻ അച്ഛനോട് അനുവാദം ചോദിച്ചു. വിജയിച്ചില്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലി എന്ന ചിന്തയായിരുന്നു മനസ്സിൽ. നിനക്ക് സന്തോഷം ലഭിക്കുന്ന ജോലി ചെയ്താൽ മതി. നിന്റെ ഭാര്യയുടെയും മക്കളുടെയും കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. നീ നിന്റെ ചെലവിനുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതിയെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. അത്തരത്തിലൊരു സപ്പോർട്ട് വീട്ടിൽ നിന്ന് തന്നെ കിട്ടി. പിന്നെ അവസരങ്ങൾ തേടിപ്പോയപ്പോൾ അത്ര ഭീകരാവസ്ഥയിലേക്കൊന്നും പോയില്ല. പെട്ടെന്ന് തന്നെ സിനിമകൾ കിട്ടിക്കൊണ്ടിരുന്നു. എന്നേക്കാൾ കൂടുതൽ എന്നെ വിശ്വാസം ഉണ്ടായിരുന്നത് അച്ഛനും അമ്മയ്ക്കും ആയിരുന്നു. സിനിമയിൽ വന്നതിന് ശേഷം പെട്ടെന്ന് നല്ല അവസരങ്ങൾ കിട്ടിത്തുടങ്ങിയിരുന്നു. ലയൺ, അശ്വാരൂഢൻ, ബാബ കല്യാണി, ചോക്ലേറ്റ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചു തുടങ്ങി. തുടക്കകാലത്തെ വേഷങ്ങളെല്ലാം വില്ലനിസം നിറഞ്ഞതാണ്. അതിൽ നിന്നും വിഭിന്നമായി ചെയ്തത് ട്രിവാൻഡ്രം ലോഡ്ജായിരുന്നു. അതിനുശേഷം അഭിനയിച്ച സിനിമകളെല്ലാം സൈജു കുറുപ്പിന്റെ മികച്ച പ്രകടനങ്ങളായിരുന്നു. അപ്രതീക്ഷിതമായി സിനിമയിലെത്തിയ സൈജുവിന് പക്ഷേ അഭിനയം മെച്ചപ്പെടുത്താൻ കുറച്ചധിക കാലം വേണ്ടി വന്നു. ഇന്ന് സൈജു ഇല്ലാത്ത മലയാള സിനിമകൾ വിരളമാണ്. ആദ്യത്തെ 8 വർഷം, അതായത് 2005 മുതൽ 2012 വരെ 28 സിനിമകളാണ് ചെയ്തത്. ട്രിവാൻഡ്രം ലോഡ്ജായിരുന്നു എനിക്കൊരു ബ്രേക്ക് തന്നത്. എന്നാൽ അത് കഴിഞ്ഞ് അടുത്ത 8 വർഷം കൊണ്ട് 100 സിനിമകളോളം ചെയ്തിട്ടുണ്ട്, സൈജു കുറുപ്പ് പറഞ്ഞു. സിനിമയിൽ വന്ന സമയത്ത് സൈജുവിനെ അഭിനയത്തിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. എന്നാൽ സിനിമയോടുള്ള അടങ്ങാത്ത മോഹം ഉള്ളിലുണ്ടായിരുന്നു. ആദ്യത്തെ 8 വർഷങ്ങൾ തനിക്ക് പഠിക്കാനുള്ള സമയമായിരുന്നു. സൈജു എന്ന നടനിലെ മാറ്റങ്ങളും വ്യക്തമായി പ്രേക്ഷകർക്ക് മനസ്സിലാവും. ചെറിയ വേഷത്തിലൂടെ എത്തിയ സൈജുവിന്റെ കരിയർ ബ്രേക്ക് ആയത് ട്രിവാൻഡ്രം ലോഡ്ജിലൂടെയാണ്. സൈജുവിന്റെ രൂപഭംഗിക്ക് വില്ലൻ വേഷങ്ങളാണ് ചേരുന്നത് എന്ന ചിന്തയെ മാറ്റിമറിച്ച സിനിമ കൂടിയായിരുന്നു അത്. അഭിനയത്തിന് പുറമെ സൈജു ഡബ്ബിങ്ങിലും കഴിവ് തെളിയിച്ചു. ജനതാ ഗാരേജിന്റെ മലയാളം വെർഷനിൽ ജൂനിയർ NTRനു വേണ്ടി ഡബ്ബ് ചെയ്യാൻ അവസരം ലഭിച്ചിരുന്നു. പക്ഷേ സൈജുവിന്റെ ശബ്ദം അദ്ദേഹത്തിന് ചേരില്ലെന്ന് പറഞ്ഞപ്പോഴാണ് ആ അവസരം നഷ്ടമായതെന്ന് സൈജു പറഞ്ഞു. RRR എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് സൈജുവിന് ഡബ്ബ് ചെയ്യുവാൻ അവസരം വന്നത് എന്നായിരുന്നു പൊതുവെ പ്രചരിച്ചിരുന്നത്. അത് സൈജു കുറുപ്പ് നിഷേധിക്കുന്നുമുണ്ട്.